ഗൈസ് അങ്ങനെ ഞങ്ങള് ചക്കുളത്തുകാവ് ടെമ്പിളിൽ വന്നു. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വന്നു. അമ്പലത്തിന്റെ കവാടം കാരണം 1:30 ആയി ഗൈസ്. ഇപ്പൊ അമ്പലം അടച്ചു കാണും. ആൾക്കാരെല്ലാം അവിടെ ഇരിപ്പുണ്ടോ? അവിടെ എന്താ പരിപാടിയാ കേട്ടോ, ഡാൻസ് പ്രോഗ്രാം. ഗൈസ് ഞങ്ങൾ ചക്കുളത്ത് അമ്പലത്തിൽ വന്നു. പക്ഷേ നട അടച്ചു പോയി, കാണാൻ പറ്റിയില്ല അമ്മേനെ. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് അമ്പലം ഒന്ന് വെളിയിൽ നിന്നെല്ലാം തൊഴുതിട്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഇനി എപ്പോഴാണ് വരുന്നത് അറിയില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തൊക്കെ പോയി തൊഴുതിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചു. പക്ഷേ ഇവിടെ നാഗരാജാവ് നാഗേക്ഷിയമ്മയ്ക്ക്, പിന്നെ അവിടെ അയ്യപ്പൻ, പിന്നെ ഇവിടെ ഹനുമാനായിരുന്നു. എല്ലായിടത്തെയും നട അടച്ചു. 1 മണിയായി, 1:30 മണ്ടയ്ക്ക് ഇരിക്കില്ലേ. ഇവിടെ വലിയൊരു ഹനുമാൻ ഉണ്ടായിരുന്നു. അതിനകത്ത് നട അടച്ചിട്ടേക്കാണ്. ചക്കൊപ്പിക്ക് ഇനി ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണം. ഇവിടെ തൊട്ടിലൊക്കെ കെട്ടുന്നതും പട്ടും ഒക്കെ കെട്ടിയിട്ടേക്കാം 4. പിന്നെ ഇവിടെ അയ്യപ്പൻ്റെ അമ്പലമാണ്. അവിടെ അയ്യപ്പന്മാർ മാലയൊക്കെ ഉരുട്ടിട്ട് പോയിക്കാം. അത് കുഞ്ഞ് ബേബീസൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരിങ്ങനെ കെട്ടിയിടും. അല്ല, അങ്ങനെ നമ്മൾ ചക്കുളത്തമ്പലം വലം വെച്ച് വന്നപ്പം ഇവിടെ ചക്കുപ്പിയാണെങ്കിൽ ഒരു കാളികമർദ്ദന ഒരു സ്റ്റാച്ചു ഉണ്ട്. അതിന് മുന്നിൽ പോയിട്ടുണ്ട്. ഇവിടെ ദേവിയുടെ വലിയൊരു വിഗ്രഹം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പുതിയതാണ് കേട്ടോ, ഇതൊന്നും നേരത്തെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഇവിടെയാണ് നമുക്ക് കടുംപായസം അരവണ കിട്ടുന്നത്, പ്രസാദം കിട്ടുന്ന കൗണ്ടർ ഇവിടെ. അത് അടിപൊളിയല്ലേ കുപ്പി? അയ്യോ എത്തത്തില്ലേ? നണ്ടാ ചേച്ചി കയറുന്നതിലോട്ട് കയറി. ചക്കുപ്പി ചെന്നപ്പോഴത്തേക്ക് ഒരു കുഞ്ഞു കുഞ്ഞും വന്നു കേട്ടോ, എൻ്റെ ചെവിയിൽ വർത്താനം പറയാനായിട്ട്. ചക്കുപ്പി കയറിയെന്ന് പറ. മുമ്പേ ഒരിടത്ത് കയറി എന്തൊക്കെയോ പറഞ്ഞു കുറേ നേരം. പൊക്കി തരണോ? പൊക്കണോ? എന്തോ കാര്യമായിട്ട് പറയണം ഗൈസ്, എന്തോ കാര്യമായിട്ട് ചക്കുപ്പി പറയുവാണ്. ഞങ്ങളങ്ങനെ ഇവിടെയൊക്കെ തൊഴുതിട്ട് ഞാൻ ചക്കുപ്പി ഇങ്ങനെ ഇവിടെ കുളമുണ്ട് കേട്ടോ, ഈ കുളത്തിൻ്റെ ഇവിടെ നിന്ന് ചുമ്മാ റെസ്റ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ശബരിമലയിലൊക്കെ പോകുന്നുണ്ട്, കെട്ടൊക്കെ എടുത്ത് വരാൻ പറ്റും. ഇവിടെ ഇത് ഏതാണ് സ്ഥലം? ആലപ്പുഴ. ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ആണ്. കുട്ടനാടല്ലേ ഇത്? ഇത് ഹരിപ്പാട്. കുട്ടനാട് എവിടെ കിടക്കുന്നത്? ഹരിപ്പാട് എവിടെ കിടക്കുന്നത്? ഇത് ആലപ്പുഴ ജില്ലയാണോ? പക്ഷേ ഫുള്ള് ടെമ്പിൾ വിസിറ്റ് ആണ് ഗൈസ്. മനുഷ്യർ ഒരു ഭാഗം കഴിച്ചിട്ടില്ല ഗൈസ്. അങ്ങനെ ഞങ്ങള് മണ്ണാറശാല അമ്പലത്തിലും വന്നു. പക്ഷെ അമ്പലം അടച്ചു. പിന്നെ ഏതാ? ഇതാണ്. അപ്പൊ പിന്നെ മണ്ണാറശാല എവിടാ? ആണോ? സോറി ഗൈസ്, ഇത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അല്ലേ? സോറി, ഇത് മുരുകന്റെ അമ്പലം. ഹരിപ്പാട് മുരുകന്റെ അമ്പലമാണ്. ഇതിന്റെ മുറ്റത്തൂടെ വേണം നമുക്ക് എങ്ങോട്ട് പോകാൻ? മണ്ണാറശാല ടെമ്പിളിൽ പോകാൻ വേണ്ടിട്ട്. ഇത് അമ്പലമൊക്കെ അടച്ചെന്നാ തോന്നുന്നത് ഗൈസ്. അടച്ചിട്ടില്ല ഇവിടെ ആൾക്കാർ. ഇതിന്റെ മുറ്റത്തൂടെ പോണം നമുക്ക്. എവിടാ? മണ്ണാറശാല പോണെങ്കിൽ ഗൈസ്. അങ്ങനെ നമ്മള് മണ്ണാറശാല അമ്പലത്തിലോട്ട് എത്തി. പക്ഷേ എന്തുവാ പറയാൻ വന്നേ, നടയൊക്കെ അടച്ചു ഗൈസ്. ഒരു 1:30 2 മണിയായി. കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് സമയമില്ലല്ലോ. ഇനി നാളെ ഞങ്ങൾക്ക് വേറെ പരിപാടികളുണ്ട്. അപ്പം നാളെയും പോകാൻ പറ്റില്ല. ഇവിടെ ഒന്നുമില്ല, ഒരു വണ്ടി പോലും ഇല്ല. അമ്പലം ഏതാ മുത്തു? അവിടുന്ന് സെക്യൂരിറ്റി ഇറക്കും. ഇവർ അമ്പലം അടച്ചപ്പോൾ ഇവർ ഇവിടെ പോവാന്ന്. ചക്കുപ്പി താണ്ടൊരു നീർക്കാക്ക അവിടെ നിന്ന് കൈയിട്ടടിക്കുന്ന കണ്ടിട്ട് അവിടെ പോയിരിക്കുന്നു. ഇറങ്ങില്ലേ ബാ. ആ കുളം അങ്ങ് അകത്ത് അവിടോട്ട് ഇപ്പം നട അടച്ചോണ്ട് കയറ്റത്തില്ല. അമ്പലം അടച്ചില്ലേ, അമ്പലം പണിയല്ലേ. ഇവിടെ മണ്ണാർശാല ഇപ്പം അമ്പലം പണിഞ്ഞോണ്ടിരിക്കും കേട്ടോ. മണ്ടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഓടിൻ്റെ പാളി ഇട്ടുകൊണ്ടിരിക്കുക. ഓടെന്ന് വെച്ചാൽ മറ്റേ ഇതില്ലേ, ചെമ്പ് പാളി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മണ്ണാർശാല അമ്പലത്തിൽ നിന്ന് ഇനി ഞങ്ങൾ അടുത്തത് ഞങ്ങളുടെ ഒരു കൂട്ടൻ്റെ വീടുണ്ട്. എന്നിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ. ഇനി ചക്കുപ്പി ഇവിടെ കൂടിച്ചാടി നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇതില്ല. നടക്കുന്നുണ്ടോ? അവന് ഇവിടെ നിന്ന് വരാനൊന്നും താല്പര്യമൊന്നുമില്ല. ബാള ചക്കുപ്പി എൻ്റെ ഇവിടെ നിന്ന് 100 നമ്മുടെ കുറ്റുമുട്ടയൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ. പിന്നെ കൗണ്ടറാണ് അപ്പുറമുണ്ട്. നമ്മൾ അവിടുന്ന് 100 പാലൊക്കെ കഴിക്കണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം. എട്ടികുളങ്ങര ടെമ്പിളാണ് ഇത്. അകത്തോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ ഓൾറെഡി ടെമ്പിൾ അടച്ചു. മുത്തും ചക്കും അകത്ത് തൊഴാൻ പോയിട്ടുണ്ട്. അപ്പം അകത്തോട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വെളിയിൽ വെച്ച് ഒരു ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിച്ചിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. ഇവിടെ അമ്പലത്തിൽ എന്തോ ഉത്സവമാണ് ഗൈസ്. അങ്ങനെ ഞങ്ങള് അമ്പല ദർശനം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ, ഞങ്ങളുടെ ഫ്രണ്ട് ആണ് അവൻ. സബ്സ്ക്രൈബർ ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ ഫ്രണ്ടായി. അപ്പൊ അവന്റെ വീട് കായംകുളം കഴിഞ്ഞിട്ട് സ്ഥലത്തേതാ? മുട്ടൽപാലം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്
അവന്റെ കൂടെ വന്നപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ കടയിൽ കയറി മന്തിയൊക്കെ കഴിച്ചു. പക്ഷെ അത് ഞങ്ങളുടെ വർത്താനത്തിന്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വിശപ്പുമായിരുന്നു രാവിലെ കഴിച്ചത്. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ 5 മണിയായി. പിന്നെ ഇപ്പൊ അവന്റെ വീട്ടിലോട്ട് പോകും. അപ്പൊ അവൻ തോണ്ട് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഞങ്ങൾ അവനെ ഫോളോ ചെയ്ത് പോവുകയാണ് ഗൈസ്. അവനാണ് തോണ്ട ഡിയോയിൽ പോകുന്നത്. അല്ല, അവനെ ആ പെണ്ണ് ഫോളോ ചെയ്താന്ന് തോന്നുന്നു പോകുന്നത്. അപ്പൊ അവൻ 2 എണ്ണത്തിന്റെ നടുക്ക്. അപ്പം ആ നടുക്ക് പോകുന്നവനാണ് അവന്റെ പുറകെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇവൻ എപ്പോഴും ഞങ്ങളോട് പറയും ഇവന്റെ ഇവിടെ വീടിന്റെ അടുത്തൊരു പാലം ഉണ്ടെന്ന്. ആ പാലമാണ് ഈ പാലം. സ്ഥലമൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ആ പാലമാണ് ഈ പാലം. രാത്രി നല്ല രസമാണ്. ഇത് കണ്ടോ? നീ പാലം കാണിക്കുന്ന പൊട്ടി. നിങ്ങൾ ഇപ്പൊ ഈ പാലം കണ്ടോ? ഞങ്ങൾ രാത്രി ഒന്നോടെ അവൻ ഇവിടെ നിർത്തിയോ? കൊറേ വണ്ടിയുണ്ട് സൈഡിൽ. നിക്കണോ? ഗൈസ്, ഇതാണ് ഞങ്ങൾ പറഞ്ഞ പ്രമോദ്. അറിയത്തില്ല. നമുക്കത് പോയിട്ട് വരാം. ഫോട്ടോ എടുക്കാം. ആണോ? അപ്പൊ മുത്തിന്റെ ആണെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് ഫോട്ടോ എടുക്കാന്ന്. അപ്പൊ ഞങ്ങൾ 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം. ഇതാണ് ഗൈസ് കായംകുളം പാലം. രാത്രിയിൽ ഇത് നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണെന്നാണ് ഇവ പറഞ്ഞത്. നമ്മുടെ ചെറുക്കൻ കിടക്കുന്നു. എല്ലാവരും ഫോട്ടോ എടുപ്പാണ്. ചക്കുപ്പി ഉണ്ട് അവിടെ കയറിയിരിക്കുന്നത്. അവൻ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ കായംകുളം പാലത്തിൽ ഒരു പക്രൂൻ്റെ തട്ടുകടയുണ്ട്. അവിടെ കഴിക്കാൻ വേണ്ടി ഞങ്ങളെ പ്രമോദ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതാണ്. ഇതാണ് ആ തട്ടുകട. അവനതാണ്ടൊക്കെ ഓർഡർ ചെയ്യാൻ പോയിട്ടുണ്ട്. എന്താണെന്ന് പോയി നോക്കിയിട്ട് എന്നോട് പറഞ്ഞ് ഓർഡർ ചെയ്യാം. പക്ഷെ എനിക്ക് ഇവിടുത്തെ എന്താണെന്ന് മനസ്സിലായില്ല. എന്തൊക്കെയോ മേടിച്ചോണ്ടെന്നും തോന്നുന്നു. ഇത്ര ഇവിടെ തോന്നുന്നു സാധനം. ഇതിപ്പോ എന്തുവാ? പൊറോട്ട പത്തിരി. പ്രമോദിന്റെ വായിന്ന് വെള്ളം വരുന്നത്. കറിയായിട്ട് ഇതുവരെ പോയി. നമുക്കിത് കഴിച്ചിട്ട് മേടിക്കാം. മേടിച്ചാൽ പോരെ. ഒരു ടേബിൾ ഫുള്ള് നിറച്ചാളാ. ചക്കുപ്പിക്ക് പൊറോട്ട മതി. ഉണ്ടാണ്ടാ ആണോ? അങ്ങനെ നമ്മൾ പക്രൂൻ്റെ തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ അടിച്ച് നമ്മൾ വീണ്ടും കായംകുളം പാലത്തിലോട്ട് കയറുന്നു. എന്തുവാണ് 2-3 അടിയാണ്. ഞങ്ങളിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കൊണ്ട് കഴിച്ചത് പാലത്തെ കൂടെ. ഇപ്പൊ പാലം നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇങ്ങനെ കളർ മാറി മാറി വരുന്നുണ്ട് കേട്ടോ ഈ പാലത്തിന്റെ. ചക്കോപ്പിക്ക് ബാംഗ്ലൂരോട്ട് വരുന്നില്ല. ചക്കോപ്പിക്ക് കേരളം മതി. ചക്കോ ആദ്യമായിട്ടാ ഒരു റൂമല്ലാതെ അതിൽ കൂടെ റൂമുള്ള വീട് കാണും. ഇതാണ് പ്രമോദിന്റെ നാടൻ കായംകുളം. ഇവൻ പറഞ്ഞ് കൊതിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ തട്ടുകട നല്ലതാണ്. ഇവൻ തട്ടുകട വരുന്നതിന് മുന്നേ ആണെങ്കിൽ ഒരു മന്തിയുടെ കടയെ കൊണ്ട് വയറ് നിറച്ച് മന്തി മേടിച്ചാണ്. എന്നിട്ട് ഈ തട്ടുകട വന്നിട്ട് തിന്നാനും പറ്റും തോത്തി വെക്കി. ആ പാലത്തിന്റെ കളർ മാറി വരുന്നുണ്ടോ? ഇപ്പൊ റെഡ്, ഇപ്പൊ തന്നെ റെയിൻബോ കളറാകും. ഇതുകൊണ്ട് ഓറഞ്ച് വരുന്നുണ്ട്, യെല്ലോ, ഗ്രീന്, ബ്ലൂ, വയലറ്റ്, പിങ്ക്, റെഡ്, ഫുൾ റെയിൻബോ. കൊള്ളാല്ലേ? നൈസാണ്. പകല് വന്നപ്പോൾ വ്യൂ നിങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ രാത്രിയുള്ള വ്യൂ ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. സൂപ്പർ അല്ലേ ഇത്? അങ്ങനെ ഞങ്ങൾ കായംകുളം പാലത്തിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലോട്ട് പോകും. ഞങ്ങളുടെ കോഴഞ്ചേരിക്ക് പോകണം ഗൈസ്. നല്ല രസം ഉണ്ടായിരുന്നു ഇന്ന് ഞങ്ങളുടെ ഇന്നത്തെ പോക്ക്. പ്രമോദിനെ കണ്ടതും അല്ലേ?
ഇവിടെ എല്ലാരും സ്ഥലം മേടിച്ച് പാലത്തിന്റെ അടുത്ത് അല്ല ഇത് പ്രമോദിനെ കണ്ടതും ഞങ്ങളുടെ ഇതൊക്കെ നല്ല രസമാണ് അതല്ലേ മുത്തു. ആ പ്രമോദാണ് ഗൈസ് ഫ്രണ്ടിലെ സ്കൂട്ടറിൽ പോകുന്നേ. അവൻ ഞങ്ങക്ക് വരി കാട്ടി തന്നോണ്ട് പോവാണ്. പാവം അവന് സങ്കടമാണ് ഞങ്ങള് പോകുന്നത്. ഞങ്ങൾക്ക് സങ്കടമുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പ്രമോദ് അവന്റെ പാന്റ് ഏതാണ്ട് മറന്നു വെച്ചിരുന്നു ഷോറൂമിൽ. അത് എടുക്കാൻ വേണ്ടി ടൗൺ പോകുന്നു. പാന്റാണോ ബെൽറ്റോ അപ്പൊ അവൻ ഇവിടെ നിന്ന് ബെർമുഡ ഇട്ടുണ്ടെങ്കിൽ പോകുന്നു അവിടെ. അങ്ങനെ ഞങ്ങള് പ്രമോദിന്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങള് പിന്നെ ഇവിടെ വന്ന് പാലത്തിന്റെ അവിടെ തട്ടുകട ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ അവിടെ വന്ന് കുറെ ഫുഡൊക്കെ കഴിച്ചു. വയറ് ഫുള്ളായി. നടക്കാൻ പോലും മേല. അത് കുറെ നേരം ഞങ്ങൾ അവിടെ നിന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് അങ്ങനെ ഞങ്ങള് അവിടെ പാലത്തിനോടും പ്രമോദിന്റെ നാടിനോടും വിട പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലോട്ട് പോവുകയാണ്. പ്രമോദ് മുമ്പിൽ പോകുന്നുണ്ട്. അവൻ അവന്റെ ഓഫീസിൽ പോകും. അവൻ അവിടെ എന്തോ അവന്റെ സാധനം വെച്ച് മറന്നുപോയി. ഇന്ന് ഞങ്ങൾ വരുന്നെന്ന് പറഞ്ഞപ്പോ അവനാ ഉച്ചക്ക് പെട്ടെന്ന് ഇറങ്ങി വന്നതാണ് ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അവന്റെ സാധനം എന്തോ എടുത്തിട്ടില്ല. അപ്പൊ അവൻ അവിടെ എടുക്കാൻ പോകണം. ഇപ്പൊ രാത്രി 8:30 എങ്ങാണ്ടായെന്ന് തോന്നുന്നല്ലേ മുത്തു. അമ്പലത്തിലെ പരിപാടിയാണ് ഗൈസ്. ഇവിടാണ് ആ സാധനം ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ലൈറ്റ് ഈ സൈഡിൽ കാണുന്നില്ലേ. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. പ്രമോദിനോടൊക്കെ യാത്ര പറഞ്ഞു. പ്രമോദിന് ഭയങ്കര സങ്കടമായി. അവൻ കരയുമായിരുന്നു ഗൈസ്. ഞങ്ങൾക്ക് സങ്കടമായി. കാരണം ഞങ്ങൾ അവന് നല്ലതായിട്ട് എൻജോയ് ചെയ്തു. അപ്പം ഞങ്ങള് നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോ കരഞ്ഞിട്ടുള്ള ആകെ ഏക വ്യക്തി അവനെന്ന് തോന്നുന്നു. അപ്പം എന്താണ് അങ്ങനെ അപ്പൊ അവനോടൊക്കെ യാത്ര പറഞ്ഞു. രാത്രിയായി. ഇപ്പൊ സമയം ഒത്തിരി ലേറ്റായി. ഞങ്ങൾ അത് അവിടെ കാണാൻ നിന്നത് കൊണ്ട് ഒത്തിരി ലേറ്റ് ആയി പോയി. ഇപ്പൊ 10:45 ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നതേ ഉള്ളൂ. അവിടുന്ന് 1 മണിക്കൂർ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോ പകുതിക്ക് ആയി. വേറെ വണ്ടികൾ രാത്രി ആയതുകൊണ്ട് തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ചെങ്ങന്നൂർ കഴിഞ്ഞ് ആറാട്ടുപുര എന്ന് പറഞ്ഞ സ്ഥലത്തായി. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.